തിരുവനന്തപുരം വെള്ളറടയിൽ ആരോഗ്യ പ്രവർത്തകനെ മർദ്ദിച്ച 2 പേർ പിടിയിൽ. രോഗിയുടെ പ്ലാസ്റ്റർ ഇളകി മാറിയെന്നാരോപിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചവരാണ് പിടിയിലായത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ആരെല്ലാമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? സ്മിത, പരിക്കുപറ്റി ചികിത്സ തേടി വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിയ വെള്ളറട കരിമരം കോളനിയിലെ നിഷാദാണ് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയി മടങ്ങിയെത്തി നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത്. ഈ ആശുപത്രി വെള്ളറട പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇവിടെയാണ്, ആനപ്പാറയാണ് ഈ സർക്കാർ ആശുപത്രി ഉള്ളത്. ഈ ആനപ്പാറ ആശുപത്രിയിൽ എത്തി ഈ ചുമലിൽ പ്ലാസ്റ്റർ ഇട്ട് അത് വീട്ടിലെത്തിയതിനു ശേഷം ഈ പ്ലാസ്റ്റർ ഇളകിപ്പോയി എന്ന് പറഞ്ഞാണ് തിരികെ വന്ന് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത്. നഴ്സിംഗ് അസിസ്റ്റന്റ് സനൽ രാജിനാണ് മർദ്ദനമേറ്റത്. ഈ കേസിൽ സനൽ രാജ് ഇതുമായി ബന്ധപ്പെട്ട് വെള്ളറട പോലീസിൽ പരാതി നൽകി. വെള്ളറട കരിവരം കോളനിയിലെ നിഷാദ് 20 വയസ്സ്, ഒപ്പം ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന കിളിയൂർ സ്വദേശി ശ്യാമിന് 30 വയസ്സാണ്. ഇവരെ മാരായമുട്ടത്ത് നിന്ന് വെള്ളറട പോലീസ് പിടികൂടി. ഈ ആശുപത്രി സംരക്ഷണ നിയമം അടക്കം ചുമത്തിയാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സനൽ രാജ് പറയുന്നത് ഇവർ ആശുപത്രിയിലേക്ക് എത്തി ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഈ ചികിത്സയൊക്കെ നൽകിയത്. ചികിത്സ നൽകി പുറത്തു പോയതിനു ശേഷം വീട്ടിലെത്തി ഈ ബാൻഡേഡ് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റർ ചുമലിൽ നിന്ന് ഇളകി മാറി എന്ന് പറഞ്ഞാണ് ഇവർ എത്തി ആക്രമിച്ചതെന്ന് സനൽരാജ് പറയുന്നുണ്ട്. ഇത് അംഗീകരിക്കാനാകില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ് ഈ വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ. എന്താണെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്.